എല്ലാ കൂട്ടുകാരും സുഖമായിട്ടിരിക്കുന്ന. പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവരും ജോലിക്കൊക്കെ പോയോ? പിന്നെ ഞാൻ ഇന്ന് രാവിലെ വീഡിയോ ഒന്നും ഇട്ടില്ലായിരുന്നു, സമയമില്ലായിരുന്നു. ഇന്ന് ഇച്ചിരി നേരത്തെ എണ്ണിച്ചപ്പം ചേട്ടൻ ഇന്ന് ഇച്ചിരി ദൂരെയായിരുന്നു പണി. അങ്ങനെ ഇന്ന് ഇച്ചിരി നേരത്തെ എണ്ണിച്ച് കാപ്പി ഉണ്ടാക്കാൻ രാവിലെ പോകണമായിരുന്നു. പിന്നെ ചേട്ടൻ്റെ അസുഖങ്ങളൊക്കെ ഇച്ചിരി കുറവുണ്ട്. പിന്നെ എന്നാലും പറയുന്നുണ്ട്, എടി ചെറിയ വേദനയുണ്ടെന്ന്. പോകാതിരിക്കാനൊക്കത്തില്ലല്ലോ, കഞ്ഞി കുടിക്കണ്ടായ. പിന്നെ അങ്ങനെ ഇന്ന് ഞാൻ രാവിലെ പിടിച്ചിടാനൊന്നും ഒത്തില്ലായിരുന്നു. പിന്നെ ഞാൻ വെളുപ്പിനെ എണ്ണിച്ച് കാപ്പിയൊക്കെ ഉണ്ടാക്കിയിട്ട് എനിക്ക് ചെറിയ തലവേദന പോലെ തോന്നി. അതെനിക്ക് മിക്കവാറും അങ്ങനെ വരുന്ന തലവേദന. അങ്ങനെ പിന്നെ ഞാനങ്ങ് പോയി കിടന്നു. ഇപ്പോഴും എനിക്കുണ്ട് തലവേദന. പിന്നെ കുളിച്ചിട്ട് വന്ന് ചോറ് കഴിക്കാനായിട്ട് ഒരുങ്ങിയപ്പോൾ ഞാൻ ഓർത്തൊന്ന് വീഡിയോ പിടിച്ചിടാമെന്ന് ഓർത്ത് അങ്ങനെ ഞാൻ ചോറ് കഴിക്കാനെടുത്ത്. പിന്നെ കറിയാണ്ട് ചൂരക്കറി. പിന്നെ രാവിലത്തെ അപ്പത്തിൻ്റെ കൂടെ ഉണ്ടാക്കിയ കിഴങ്ങ് കറിയാണ്. പിന്നെ അങ്ങനെ ഞാൻ ചോറ് കഴിക്കാനായിട്ട് പോന്ന്. പിന്നെ ഞാൻ നേരത്തെ ഒരു വീടിൻ്റെ കാര്യം പറഞ്ഞ് വീടൊക്കെ കാണിച്ചൊരു വീഡിയോ ഇട്ടായിരുന്നു. പിന്നെ അതിന് ഒരേ ആൾക്കാരെന്ന് വെച്ചാൽ ആരോ ഒരാളിങ്ങനെ ഒരു വീഡിയോ എടുത്ത് അതിനകത്ത് ഇട്ടേക്കുന്നു. ഒരു വീഡിയോ എന്ന് വെച്ചാൽ ഒരു പടം എടുത്തിട്ടേക്കുന്നു. പിന്നെ അതുപോലെ തന്നെ ആരോ കമൻ്റൊക്കെ ഇട്ടേക്കുന്നു. ഞാനിപ്പോൾ ഇത് കുറ്റമൊന്നും പറയുന്നതല്ല, എൻ്റെ വിഷമം കൊണ്ട് ഞാൻ നിങ്ങളോട് പറയുന്നത്. ഞാൻ തിരിച്ചൊരു മറുപടി ഞാൻ അതിനകത്തൊന്നും ഇടത്തില്ല. ഞാൻ ഒരു കമൻ്റ് ഇട്ടാലും ഞാൻ തിരിച്ച് മറുപടി ഇടത്തില്ല. അതെനിക്കിഷ്ടമല്ല. അവർ പറയുന്നവർ പറഞ്ഞോട്ടെ. നമ്മൾ കമൻ്റ് ഇടുമ്പോഴല്ലേ തിരിച്ച് നമുക്കിങ്ങനെ അവർ മറുപടി തരുന്നത്. പിന്നെ ഇപ്പം ഞാൻ പറയുന്നതെന്ന് വെച്ചാൽ എൻ്റെ വിഷമം കൊണ്ട് ഞാൻ നിങ്ങളോട് പറഞ്ഞതേ ഉള്ളൂ. അല്ലാതെ ഞാൻ തിരിച്ച് കമൻ്റൊന്നും അതിലിട്ടിട്ടില്ല, ഫോണിലിട്ടിട്ടില്ല. പിന്നെ ഞാനൊരു പാവപ്പെട്ടവളാണ്. ഇപ്പം നിങ്ങൾക്ക് എന്നെ കണ്ടാൽ ഓർക്കും പിന്നെ അവളെ കണ്ടിട്ട് നല്ല ഇതുണ്ട് കാണാനോ, അവൾ വലിയ ഇതായിട്ടിരിക്കുന്നു, അവൾ പാവമല്ല, വീടില്ല കൂടില്ലെന്നൊക്കെ നിങ്ങൾ ചിലപ്പം ഓർക്കുമായിരിക്കും. എനിക്കെന്ന് വെച്ചാൽ എൻ്റെ ഒരു കാര്യം പറയാം. എത്ര ദുഃഖം വന്നാലും എത്ര വിഷമം വന്നാലും എനിക്കൊരു ശകലം വീറും വൃത്തിയായിട്ടാണ് ഞാൻ നടക്കുന്നത്. ഉള്ള തുണി തല്ലിക്കഴുകി വൃത്തിയായിട്ട് നടക്കുക, വീടിനകം വൃത്തിയാക്കുക, ഇതൊക്കെ എൻ്റെ ജോലി. ഞാൻ നേരത്തെ എന്ന് വെച്ചാൽ എല്ലാ ജോലിക്കും പോകും. ഞാൻ ഇപ്പം കുറേ നാളുകൊണ്ട് ജോലിക്ക് പോകുന്നില്ല. പിന്നെ അതുപോലെ തന്നെ ഞാൻ എങ്ങോട്ടും വെളിയിലോട്ടൊന്നും പോകത്തില്ല. ഞാൻ വീട്ടിൽ തന്നെ എൻ്റെ ജോലിയെല്ലാം ഒതുക്കിയിട്ട് വീട്ടിൽ തന്നെ ഉള്ള ഇരിപ്പം. അല്ലാതെ ഞാൻ എങ്ങും വേറെ ഒരിടത്തും ഒന്നും കറങ്ങാനോ പിടിക്കാൻ ഞാൻ ഒന്നിനും പോകത്തില്ല. ഇപ്പോൾ അങ്ങനെ എനിക്കൊരു എന്നെ കാണുമ്പോൾ ആൾക്കാർ ഓർക്കും അവൾക്ക് വലിയ അവളെ കാണാനല്ല അങ്ങനെ അങ്ങനെയാന്നൊക്കെ. എനിക്ക് ഒരു കാര്യങ്ങളും ഇല്ല. ഞാനൊരു പാവപ്പെട്ടവളാണ്. ഞാൻ വാടകയ്ക്കാണ് താമസിക്കുന്നത്. പിന്നെ എനിക്ക് ഞാൻ പറഞ്ഞല്ലോ, എനിക്കൊരു ഇച്ചിരി വൃത്തിയുള്ള ആളാണ്. എനിക്ക് വൃത്തിയായിട്ട് നടക്കണം. വൃത്തിയായിട്ടിരിക്കണം. നടക്കണം എന്നല്ല, വൃത്തിയായിട്ടിരിക്കണം. അതുകൊണ്ട് എല്ലാവരും കാണുന്നവരോർക്കും അവളെ കണ്ടാൽ അങ്ങനെ ഇങ്ങനെയാണെന്ന്. അതൊന്നും നിങ്ങളൊന്നും വിചാരിക്കല്ലേ. ഞാൻ അങ്ങനെ ശീലിച്ചു പോയി, വൃത്തിയായിട്ട് നടന്ന് ശീലിച്ചു പോയി. പിന്നെ ഇഷ്ടം പോലെ ദുഃഖങ്ങളും പ്രയാസങ്ങളും എല്ലാ കാര്യങ്ങളും ഉണ്ട്. ഇല്ലാത്തവരാരുമില്ല ലോകത്ത്. വിഷമങ്ങളില്ലാത്തവരാരുമില്ല. ഞാൻ എൻ്റെ വിഷമം ഉള്ളിൽ വെച്ചുകൊണ്ടാണ് ഞാൻ ഇതെല്ലാം ചെയ്യുന്നതും എടുക്കുന്നതും നടക്കുന്നതും എല്ലാം. ഞാൻ ആർക്കും ഒരു ശല്യവും ഇല്ല. എല്ലാവരോടും എനിക്ക് നല്ല സ്നേഹമാണ്. എന്നോടും ആൾക്കാർക്ക് സ്നേഹമുള്ളവരുണ്ട്, ഇഷ്ടംപോലെ ആൾക്കാരുണ്ട് കേട്ടോ. അതുകൊണ്ട് എൻ്റെ വീഡിയോ ഞാനിങ്ങനെ ചെയ്യുന്നത് ഇഷ്ടമുള്ളവർ കാണുക, കണ്ടിട്ട് ലൈക്ക് തരിക, കമൻറ്റ് തരിക, ഷെയർ ചെയ്യുക, വെൽപ്പട്ടനകത്ത് എല്ലാം ചെയ്യണം. ഇഷ്ടമുള്ളവർ ഫേസ്ബുക്കിലായാലും യൂട്യൂബിലായാലും. ഇൻസ്റ്റാഗ്രാമുണ്ട്, ഇൻസ്റ്റാഗ്രാമിൽ ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല കേട്ടോ. എനിക്ക് ഇഷ്ടമുള്ളവർ ചെയ്താൽ മതി. അല്ലാതെ ഇങ്ങനെ ഈ അഴുക്ക പടങ്ങളിടുക അല്ലെങ്കിൽ കമൻ്റ് ഇടുക ഒന്നും ചെയ്യല്ലേ കൂട്ടുകാരെ. ഞാൻ സത്യം എനിക്ക് വിഷമമുണ്ടായിട്ട് പറയാം, ആരും ഒന്നും അങ്ങനെ ചെയ്യല്ലേ. ഞാനൊരു പാവപ്പെട്ടവളാണ്. പിന്നെ എൻ്റെ ചേട്ടൻ്റെ അസുഖങ്ങൾ ഇച്ചിരി കുറവുണ്ട്. എന്നാലും ജോലിക്കിറങ്ങി ഇപ്പം ചെറിയ വേദനയൊക്കെ ചെറുതായിട്ട് വേദനയൊക്കെ ഉണ്ടെന്നാണ് പറയുന്നത്. പിന്നെ ഞാനും കൂടി ഇനിയിപ്പം ഉടനെ ജോലിക്ക് ഇറങ്ങണം. ഞാൻ എല്ലാ നാട്ടിലെ ജോലിയും ഞാൻ ചെയ്തുകൊണ്ട് നടന്നു. നേരെ ആണുങ്ങൾ ചെയ്യുന്ന രീതിയിലുള്ള ജോലിക്കൊക്കെ ഞാൻ പോയതാണ്. ഇപ്പം കുറേ നാൾ കൊണ്ട് പോകുന്നില്ല. ഇനിയിപ്പോൾ അടുത്ത എന്തെങ്കിലും ജോലിക്ക് എങ്ങോട്ടെങ്കിലും പോകണമെന്നും പറഞ്ഞ് നിൽക്കുക. പിന്നെ കൊച്ചുമക്കൾക്ക് 2 പേർക്ക് ഇന്ന് പഠിത്തമില്ലല്ലോ. രണ്ടുപേരും ട്യൂഷന് പോയായിരുന്നു. ട്യൂഷന് പോയിട്ട് വന്ന് ചോറൊക്കെ കഴിച്ച് 2 പേരും കിടന്ന് ഉറങ്ങുന്നു. പിന്നെ ചേട്ടൻ ഇന്ന് വന്നില്ല, ചോറ് കഴിക്കാനായിട്ട് വന്നില്ല. ജോലി സ്ഥലത്തുനിന്ന് മേടിച്ച് കഴിക്കുമായിരിക്കും. അവിടെ നിന്ന് മേടിച്ച് കഴിക്കുമല്ല, കടയിൽ നിന്ന് മേടിച്ച് കഴിക്കുന്നു. ഇച്ചിരി ദൂരെയാണ് പണിക്ക് പോയത്. ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ്. എനിക്ക് വേറെ പിന്നെ എന്നിട്ട് ചില ആൾക്കാർ പറയുന്നുണ്ട് വേറെ പിന്നെ ഇത് തന്നെയാണോ ചെയ്യുന്നത്, വേറെ
വേറെ വീഡിയോ ഒക്കെ ചെയ്തിടണമെന്ന്. വേറെ വീഡിയോ ചെയ്യണമെന്ന് വെച്ചാൽ ഞാൻ പുറത്തോട്ടൊന്നും പോകുന്നില്ല. നമ്മുടെ കയ്യിൽ പൈസയും കൂടെ വേണമല്ലോ പുറത്തൊക്കെ പോയി കാഴ്ചകളൊക്കെ കണ്ട് വീഡിയോ പിടിച്ചിടാനും പിന്നെ അതുപോലെ തന്നെ നല്ല നല്ല പാചകങ്ങളൊക്കെ ചെയ്തിടാനും ഒക്കെ നമ്മുടെ കയ്യിലും കൂടെ പൈസയൊക്കെ വേണം അങ്ങനെയൊക്കെ ചെയ്തിടാൻ. ഞാനത് തന്നെ ഞാൻ എങ്ങോട്ടും പോകത്തില്ല. പിന്നെ എൻ്റെ വീടിൻ്റെ അടുത്തൊക്കെ കടകളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. ഞാൻ പുറത്തോട്ടൊന്നും പോകത്തില്ല. ഞാൻ വീട്ടിൽ ഇരുന്നുകൊണ്ടുള്ള ഇങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങളാണ് ചെയ്തിടുന്നത്. എനിക്കത് തന്നെയല്ലേ എനിക്ക് ചെയ്യാനും അറിയത്തില്ല. സത്യം, എനിക്ക് വീഡിയോ ചെയ്യാനൊന്നും അറിയത്തില്ല. നല്ല രീതിയിൽ സംസാരിച്ചിടാനൊന്നും അറിയത്തില്ല. എൻ്റെ ഒരു ചെറിയൊരു കഴിവ് പോലെ ഞാൻ ചെയ്യുന്നു എന്നേ ഉള്ളു. അതുകൊണ്ട് എന്താ ചെയ്യാനാ, ഞാനൊക്കെ പോട്ടെ, മുന്നോട്ട് പോട്ടെ. പിന്നെ ഒരു കാര്യം പറയാനാ, കൂട്ടുകാരെല്ലാം എനിക്ക് ലൈക്ക് തരണം കേട്ടോ. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിലേ എനിക്ക് മുന്നോട്ട് പോകാനൊക്കത്തുള്ളൂ. പിന്നെ എല്ലാവരും സുഖമായിട്ടിരിക്കട്ടെ എന്ന് ഞാൻ ദൈവത്തിനോട് പ്രാർത്ഥിക്കുന്നു. അതുപോലെ എല്ലാ കൂട്ടുകാരുടെയും അച്ഛനും അമ്മയും സുഖമായിട്ടിരിക്കട്ടെ. അവർക്ക് ആർക്കും ഒരു ആപത്തും വരാതിരിക്കട്ടെ. എല്ലാ ആൾക്കാർക്കും ഇത്രയേ ഉള്ളൂ എനിക്ക് പറയാൻ കേട്ടോ. നിങ്ങളെപ്പോഴും ഓർക്കുമായിരിക്കും ഇവർക്ക് ഇതൊക്കെ ഉള്ളൂ പറയാനെന്ന്. എനിക്ക് ഇതൊക്കെ അറിയത്തുള്ളൂ പറയാൻ കേട്ടോ. ശരി എന്നാൽ ടാറ്റാ. ഞാൻ അടുത്ത എന്തെങ്കിലും 2 വീഡിയോയും കൂടി ഇടാം. ശരി എന്നാൽ.